അസ്സലാമലൈക്കും. ഫാത്തിംതാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പായസമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇന്ന് പായസമാണ് ഉണ്ടാക്കാൻ പോണത്. ഇന്ന് നമുക്ക് പൈനാപ്പിൾ ഇന്ന് നമുക്കൊരു സ്പെഷ്യൽ പായസമാണ്, ഓണം സ്പെഷ്യൽ. ഇന്ന് പൈനാപ്പിൾ പായസമാണ് ഉണ്ടാക്കാൻ പോണത്. ഇന്ന് പൈനാപ്പിൾ പായസമാണ്. അതിന് എന്തൊക്കെ വേണ്ടത് എന്ന് പറഞ്ഞുതരാം. തേങ്ങയാണ്, തേങ്ങ അടിച്ച് പാലെടുക്കണം, 2 പാലെടുക്കുക. അത് ശർക്കരയാണ്, ശർക്കര നമുക്ക് ഉരുക്കണം. പിന്നെ ഒരു 3/4 കപ്പ് പൊടിയുണ്ട്, അത് നമ്മൾ വാട്ടിയിട്ട് പത്തിരിയുടെ പോലെ വാട്ടിയിട്ട് മണി ആക്കണം, പാലിയപ്പം ഉണ്ടാക്കണം പോലെ. പിന്നെ എന്നിട്ട് അതാക്കി എടുക്കണം. പിന്നെ ഒരു പൈനാപ്പിൾ എടുത്തിട്ടുണ്ട്, അതിൻ്റെ പകുതി എടുക്കണം, അതിന് പകുതി എടുത്താൽ മതി. പിന്നെ അണ്ടിപ്പരിപ്പ്, മുന്തിരി, അത് നമുക്ക് തൂമിച്ചൊഴിക്കാൻ വേണ്ടിയിട്ട് നെയ്യും, പശു നെയ്യും. ഈ പൊടി വാട്ടിയെടുക്കാൻ വേണ്ടി വെള്ളം വെച്ചിട്ടുണ്ട്. അതിലേക്ക് കപ്പിൽ പൊടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഉപ്പ് ഇട്ടുകൊണ്ട് വെള്ളത്തിലിട്ടാ, എന്നിട്ട് നമ്മൾ ഇത് പത്തിരിയുടെ പോലെ വാട്ടിയെടുക്കുക. വാട്ടിയെടുത്തിട്ട് നന്നായി വെള്ളം വറ്റുന്നത് വരെ ഇതാക്കിയിട്ട് പാകത്തിന് വെള്ളം വെച്ചിട്ടുള്ളത് ഇത് വാട്ടിയെടുത്തിട്ട് പത്തിരിക്ക് കുഴക്കണ പോലെ നമ്മൾ കുഴച്ചെടുക്കുക. കുഴച്ചിട്ട് മണിയാക്കണം. ഇനി നമ്മളിത് കുഴഞ്ഞിട്ട്, നല്ല ചൂടുണ്ട്, നല്ല കുഴഞ്ഞിട്ട് ചൂടാറുമ്പോൾ അപ്പോൾക്ക് കുഴഞ്ഞിട്ട് മണിയാക്കി എടുക്കണം. അപ്പോൾ നമ്മൾ പൈനാപ്പിൾ ചെറുതാക്കി നുറുക്കിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട്, 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുള്ളൂ. എന്നിട്ട് വേവിക്കാൻ വെക്കട്ടെ, അത് വേവട്ടെ. അതേപോലെ ശർക്കര ഉരുക്കാനും വെച്ചിട്ടുണ്ട് ഈ അടുപ്പിൽ. ഓക്കെ, ഞാനിത് വെന്തപ്പോഴേ പെട്ടെന്ന് കുറച്ചുകൂടി ഒഴിച്ചു പോയി. അതിന് ശേഷമാണ് വീഡിയോ എടുത്തിട്ടില്ലല്ലോ എന്ന് ഓർമ്മ വന്നത്. അപ്പോൾ കുറച്ച് ഞാനിങ്ങനെ കട്ടി കുറഞ്ഞെങ്കിൽ ഇത്തിരി പൊടി കലക്കി ഒഴിക്കാച്ചിട്ട് കുറച്ച് പാലിവിടെ ബാക്കി വെക്കുന്നുണ്ട്. ഇനി ഈ വെള്ളപ്പാൽ ഒഴിച്ചിട്ടുണ്ട്. ഇതൊന്ന് തിളച്ചതിന് ശേഷം നമുക്ക് പൊടി കൊണ്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് ആ സംഭവം കാണിക്കാട്ടാ. ഓക്കെ, അപ്പോൾ നമ്മുടെ വെള്ളപ്പാൽ ഒഴിച്ചത് തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ നമുക്കിതിൽ ഈ പൊടി നമ്മളിങ്ങനെ മണിയാക്കി വെച്ചിട്ടുള്ളത് ഇതിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് വല്ലാണ്ട് ഇളക്കി കഴിഞ്ഞാൽ അത് പൊടിയുള്ളൂ. അപ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ തിളച്ചൊന്ന് വെന്ത് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത നോക്കാം കേട്ടോ. ഇനി മൂടി വെച്ചിട്ട് ഒന്ന് വേവട്ടെ. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഇതിൽ ശർക്കര ഒഴിച്ചു കൊടുക്കണ്ട്. ഞാൻ ശർക്കര ഉരുക്കിയത് അരിച്ച് വെച്ചതാണ്, ഇതുകൊണ്ട് ഒഴിച്ചിട്ട്. അപ്പോൾ ഇതിൽ നമ്മളിട്ട പാലിയപ്പത്തിൻ്റെ ഇത് മണികളൊക്കെ വെന്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ ശർക്കര ഒഴിച്ചിട്ട് ഇനി ഒന്നുകൂടി തിളച്ച് പിടിച്ചിട്ട് നമുക്ക് കട്ടിപ്പാൽ എടുത്ത് വെച്ചില്ല, 2ാം പാൽ എടുത്ത് വെച്ചുള്ളത് ഒഴിച്ചു കൊടുക്കാം. ഓക്കെ, ഇപ്പം നമ്മളെ പൈനാപ്പിളും ആ മണിയൊക്കെ വെന്തിട്ടുണ്ടെങ്കിൽ നമ്മൾ കട്ടിയുള്ള പാൽ ഒഴിച്ചു കൊടുക്കുകയാണ്. പായസം കഴിയാറായി. ഇനിയിപ്പോൾ ഇതൊന്നുണ്ട് നമ്മളൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഒന്ന് പിന്നെ അരിഭാഗം ഇങ്ങനെ പതച്ച് വരുമ്പോൾ കൊണ്ട് ഇറക്കാം. നമുക്ക് ഒന്നുകൊണ്ട് തിളച്ചാൽ മതി. പെട്ടെന്ന് തന്നെ ഇറക്കിയിട്ട് അണ്ടിപ്പരിപ്പും മുന്തിരിയും തൂമിച്ചൊഴിക്കൽ, അതോടെ നമ്മളെ പായസം റെഡിയായി. ഓക്കെ, ഇനി നമ്മൾ ചട്ടി വെച്ചിട്ട്, ചട്ടി ചൂടായിട്ടുണ്ട്. അപ്പം നമ്മൾ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. അണ്ടിപ്പരിപ്പും മുന്തിരിയും തൂമിച്ചൊഴിക്കാൻ വേണ്ടിയിട്ട് ചട്ടി നെയ്യൊന്നുകൊണ്ട് ചൂടായി വരുമ്പോൾ അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കുക. നമ്മൾ അണ്ടിപ്പരിപ്പ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ഇതിങ്ങനെ മൊരിഞ്ഞ് വരുമ്പോൾ നമുക്ക് ഇനി മുന്തിരിയും കൂടി ഇട്ട് കൊടുത്തിട്ട്, ഇനി അധികം പണിയില്ല, ഇതോടെ പായസം റെഡിയായി. മുന്തിരി ഇട്ടുണ്ട്. അപ്പോൾ അതിനി ഇതിൽ കൊണ്ട് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് പായസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അതോടെ പായസം റെഡിയായി. ഇപ്പോൾ നമ്മളെ സ്വാദിഷ്ടമായ പൈനാപ്പിൾ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ നമ്മളെ സ്വാദിഷ്ടമായ പൈനാപ്പിൾ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ അസ്സലാമു അലൈക്കും.